അധിനിവേശത്തിനെതിരെ കേരളത്തിന്റെ ജനകീയ ബദലുയർത്തിയ ഡിജിറ്റൽ ടിവി ബ്രോഡ്ബാൻഡ് സംരംഭ കൂട്ടായ്മയായ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട്. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിവിധ സെമിനാറുകൾ തുടങ്ങി നിരവധി പരിപാടികൾ. മാർച്ച് 2-ന് വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്നു. ഡിജിറ്റൽ മാധ്യമ ഇന്റർനെറ്റ് സേവനത്തെ ഭാവി കേരളത്തിന്റെ കരുത്തും ചാലകവുമാക്കി മാറ്റുവാനുള്ള ഈ മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മീഡിയ സെന്റർ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് പീഡനം, യുവാവ് അറസ്റ്റിൽ. കുളത്തൂപ്പുഴ ചോഴിയക്കോട് സ്വദേശി ജനീഷാണ് പിടിയിലായത്. കരുനാഗപ്പള്ളിയിൽ നിന്നും കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തു. ഗ്രോ ബാഗിൽ നട്ടുവളർത്തിയ ചെടികളാണ് കണ്ടെടുത്തത്. വീടിന്റെ കുളിമുറിയിലായിരുന്നു കഞ്ചാവ് ചെടികൾ വളർത്തിയത്. കടുത്ത വേനലിൽ നാട് വെന്തുരുകുന്നു. കുടിവെള്ളത്തിനായി സമരം പ്രഖ്യാപിച്ചു നാട്ടുകാർ. ശൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ പുലിക്കുളത്ത് കുടിവെള്ളം കിട്ടാനില്ല. വിശദമായ വാർത്തകളിലേക്ക്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കുളത്തൂപ്പുഴ ചോഴിയക്കോട് സ്വദേശി ജനീഷാണ് കുളത്തൂപ്പുഴ പോലീസിന്റെ പിടിയിലായത്. വീട്ടിൽ ആളില്ലാത്ത സമയം നോക്കിയെത്തിയ ജനീഷ് പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും കുട്ടി ബഹളം വെച്ചതിനെ തുടർന്ന് പ്രതി രക്ഷപ്പെടുകയുമായിരുന്നു. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചൈൽഡ് ലൈനിൽ വിവരമറിയിച്ചു. കുളത്തൂപ്പുഴ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ പുല്ലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പീഡനത്തിന് ഇരയായ കുട്ടിയുടെ പിതാവിന്റെ സുഹൃത്താണ് ജനീഷ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഓച്ചിറ ഗവൺമെന്റ് ITIയെ ഹരിത കാമ്പസായി പ്രഖ്യാപിച്ചു. പരിസ്ഥിതി സൗഹാർദ്ദ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഹരിത കാമ്പസ് പദവി ലഭിച്ചത്. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. ഗീതാകുമാരി പ്രഖ്യാപനം നിർവഹിച്ചു. ഓച്ചിറ ഗവൺമെന്റ് ITIക്കാണ് ഹരിത കാമ്പസ് പദവി ലഭിച്ചത്. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരളം മിഷനുമായി സഹകരിച്ച് ഹരിത പ്രോട്ടോകോൾ പാലിച്ച് കലാലയത്തിൽ നടത്തിയ പരിസ്ഥിതി സൗഹാർദ്ദ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ITIക്ക് ഹരിത കാമ്പസ് പദവി ലഭിച്ചത്. ഇതിന്റെ ഉദ്ഘാടനം ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. ഗീതാകുമാരി നിർവഹിച്ചു. വൃത്തിയാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ആ വൃത്തിയിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ വീട് വൃത്തിയായി കിടക്കൂ. അതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്ന സ്ഥാപനമായാലും, നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രമായാലും, നമ്മുടെ വീടിന്റെ പരിസരമായാലും, നമ്മുടെ ക്യാമ്പസിന്റെ പരിസരമായാലും എല്ലാം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളത്. അത് നമ്മളെ ഓർമ്മപ്പെടുത്തി ഗവൺമെന്റ് ഒരു പദ്ധതി ഏറ്റെടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ആ ഗവൺമെന്റ് ഏറ്റെടുത്ത പദ്ധതി നടപ്പാക്കാൻ നമ്മുടെ ഈ സ്കൂളിനും ഈ പ്രിൻസിപ്പാളിനും കഴിഞ്ഞു. അതിന്റെ കോർഡിനേറ്ററായി വന്നിട്ടുള്ള അഞ്ജു മോഹനും കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ഹരിത ക്യാമ്പസ് പ്രഖ്യാപനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ ഈ ഓരോ സ്കൂളായാലും കോളേജുകളായാലും ഏത് സ്ഥാപനങ്ങളായാലും അതിനെ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകത്തക്ക തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വിദ്യാർത്ഥികളായ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ചുമതല ഏറ്റെടുക്കേണ്ടത്. ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഗവൺമെൻറ് ITI ഹരിത ക്യാമ്പസായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അതുപോലെ തന്നെ മറ്റെന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ സാറ് പറഞ്ഞ് നമ്മൾ അപേക്ഷ കൊടുത്ത് ഇവിടെ പുതിയൊരു ട്രേഡ് അനുവദിക്കുന്നതിന് വേണ്ടി നമ്മൾ നേരിട്ട് മന്ത്രിയെ കണ്ട് കൊടുത്തിരിക്കുകയാണ്. അതുകൂടാതെ നമ്മൾ നവകേരള സദസ്സിലും ഈ ആപ്ലിക്കേഷൻ നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളതാണ്. ഗവൺമെന്റ് ITI പ്രിൻസിപ്പൽ സാജു PS, ഊച്ചിറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ RD പത്മകുമാർ, ഹരിത കേരളം കർമ്മ പദ്ധതി റിസോഴ്സ് പേഴ്സൺ അഞ്ജു മോഹൻ, ആറ്റിപ്ര ഗവൺമെന്റ് ITI പ്രിൻസിപ്പൽ സുഭാഷ് CS, പ്രീമെട്രി ഹോസ്റ്റൽ വാർഡൻ വിനീഷ് V. നായർ, അനുമോൻ R, ഇന്ദിര സജ്ജി, ബാലു R. കൃഷ്ണ, ഷമീർ IA തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഊച്ചിറ. സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി അംഗങ്ങൾക്കുള്ള ID കാർഡുകൾ വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഓച്ചിറ ഇടയനമ്പലം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. CR മഹേഷ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടയനാമ്പലം യൂണിറ്റ് സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങൾക്കായുള്ള ID കാർഡുകൾ വിതരണം ചെയ്തു. CR മഹേഷ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. അവിടുന്ന് ഇവിടുന്നൊക്കെ മറിച്ചും തിരിച്ചും പണ്ടുപുരാതന കാലം പോലെ നടന്നു വരുന്ന ഒരു സംരംഭമായതുകൊണ്ട് എങ്ങനെ ഇത് അടച്ചിടും എന്നുള്ള രീതിയിൽ തുറന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ്. അക്കൂട്ടത്തിൽ ഒരാൾ വീണുപോയാൽ ആ കുടുംബം അനാഥമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ സ്വന്തം പദ്ധതിയായി മാറിയിരിക്കുന്ന കേരളത്തിലെ വ്യാപാരി സമൂഹം ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതി. ഒരു കുടുംബത്തിൽ ഒരു വ്യാപാരി മരണപ്പെട്ടാൽ ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ 10 ലക്ഷം രൂപ ലഭിക്കുന്ന പദ്ധതിയാണ്. ഇപ്പോൾ കേരളത്തിലെമ്പാടും ഞാൻ മനസ്സിലാക്കുന്നത് 19ഓളം പേർ മരണപ്പെട്ടു എന്നാണ്. ഇത് 10 പേർക്ക് ഈ ധനസഹായം കിട്ടിക്കഴിഞ്ഞു, 15 പേർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇടയനമ്പലം യൂണിറ്റ് പ്രസിഡന്റ് Y ബഷീർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി K ഷഹജഹാൻ സ്വാഗതം പറഞ്ഞു. കൊല്ലം ജില്ലാ സെക്രട്ടറി D വാവാച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഷിഹാബ് ഷാനൂസ്, മേഖലാ ജനറൽ സെക്രട്ടറി രാജഗോപാൽ, സംസ്ഥാന കൌൺസിൽ അംഗം ബാബീസ് വിജയൻ, രാഗം യൂണിറ്റ് ജനറൽ സെക്രട്ടറി സുൽഫിഖാൻ, യൂണിറ്റ് ട്രഷറർ സോമശേഖരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. വേറെ ഏതൊരു സംഘടന നടത്തിയാലും അതിനൊക്കെ വേറെ വെളിയിൽ നിന്ന് ആളിനെ കൊണ്ടുവന്നിട്ടാണ് പരിപാടികൾ ഗംഭീരമാക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ വ്യാപാരികളും നമ്മുടെ വ്യാപാരി കുടുംബവും മാത്രമാണ് ആ പരിപാടിയിൽ പങ്കെടുത്തതെന്നുള്ളതാണ് എന്റെ സവിശേഷത. കാര്യം അത്രമാത്രം ജനങ്ങളായിരുന്നു. ഞങ്ങളൊക്കെ കൊണ്ട് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കയറാൻ പോലും പറ്റാത്ത രീതിയിലാണ്. എല്ലാ ജില്ലാ കമ്മിറ്റികളും ഇതിനെ രൂപപ്പെടുത്തി ഇതെങ്ങനെയാണ് ഇത് വേണ്ടതെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് അന്യോന്യം വ്യാപാരികൾ തന്നെ അന്യോന്യം സഹായിച്ച് ആ കുടുംബത്തെ രക്ഷിക്കാനുള്ള പദ്ധതി. അതിന് മിക്കവാറും ജില്ലക്കാരത് തയ്യാറെടുത്ത് കൊല്ലം ജില്ലയെ നടപ്പിലാക്കാൻ വേണ്ടി 9 മാസം 1 വർഷത്തോളം ഇത് ചർച്ച ചെയ്ത് അതിന്റെ നിയമാവലി കാര്യങ്ങൾ ഒപ്പിച്ചെടുക്കാൻ തന്നെ 1 വർഷത്തോളം നടപടി നടത്തിയതാണ്. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നതല്ല, പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് നിങ്ങളെ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരിൽ നിന്നും സ്വരൂപിക്കുന്ന 100 രൂപയാണ് ആ 10 ലക്ഷം രൂപയായിട്ട്. ഒരിക്കൽ 10 ലക്ഷം രൂപ ഒന്നിച്ച് കാണാനോ എണ്ണാനോ കഴിവില്ലാത്ത ചില കുടുംബങ്ങളിലും ആ പൈസ എത്തുമ്പോഴുണ്ടാകുന്ന ഒരു ശാന്തി, സമാധാനം, സംരക്ഷണം നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തി നോക്കണം. ന്യൂസ് ബ്യൂറോ, തഴവ. ആൾതാമസമില്ലാത്ത വീടിന്റെ കുളിമുറിയിൽ നിന്നും ഗ്രോ ബാഗിൽ നട്ടുവളർത്തി പരിപാലിച്ച 2 കഞ്ചാവ് ചെടികൾ എക്സൈസ് സംഘം കണ്ടെടുത്തു. കരുനാഗപ്പള്ളി എക്സൈസ് സംഘമാണ് കഞ്ചാവ് ചെടികൾ വീടിനുള്ളിൽ നിന്നും കണ്ടെത്തിയത്. കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ N ബാബുവിന്റെ നേതൃത്വത്തിൽ ആദിനാട് വടക്ക് ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ 21.20 സെന്റിമീറ്റർ വീതം നീളമുള്ളതും നിറയെ ഇലകളുമുള്ള 2 കഞ്ചാവ് ചെടികളാണ് കണ്ടുപിടിച്ച് കേസെടുത്തത്. ആദിനാട് വടക്ക് തയ്യൽ ക്ഷേത്രത്തിന് സമീപമുള്ള നിലംപതിക്കാറായ ഇടിഞ്ഞുപൊളിഞ്ഞു കിടക്കുന്ന വീട്ടിൽ സാമൂഹിക വിരുദ്ധ ശല്യവും കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും ഉപയോഗവും നടക്കുന്നതായി ലഭിച്ച പരാതി പ്രകാരമായിരുന്നു പരിശോധനയിൽ രാവിലെ കഞ്ചാവ് ചെടികൾക്ക് വെള്ളമൊഴിച്ചിട്ടുള്ളതായി കാണാൻ കഴിഞ്ഞു. ആരെയും അറസ്റ്റ് ചെയ്യാനായിട്ടില്ലെങ്കിലും പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണം എക്സൈസ് ആരംഭിച്ചിട്ടുണ്ട്. പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് PL വിജിലാൽ, PA അജയകുമാർ, പ്രിവന്റീവ് ഓഫീസർ Y സജികുമാർ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് B സന്തോഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജിനു തങ്കച്ചൻ, PV ഹരികൃഷ്ണൻ, H ചാൾസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ആശുപത്രി കെട്ടിടവും ഉപകരണങ്ങളും കാട് കയറുന്നു. നൂറിനാട് ലെപ്രസി സാനിറ്റോറിയം സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടമാണ് കാട് കയറുന്നത്. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്കായാണ് ഇവിടെ കെട്ടിടം നിർമ്മിച്ചത്. നൂറിനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ ഏക്കറുകളിലായി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമ്മളിൽ എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയില്ല. എങ്കിലും 1 വർഷത്തിലേറെയായി പണി കഴിഞ്ഞ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം എന്തുകൊണ്ട് ഇത്രയേറെ വൈകിപ്പിക്കുന്നു? പ്രദേശവാസിയും ഒരു സാമൂഹ്യ സേവകയും എന്ന നിലയ്ക്ക് എനിക്കും എന്റെ പ്രദേശത്തുള്ള ജനങ്ങളുടെയും സംശയമാണിത്. നൂറിനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ കൊട്ടിഘോഷിച്ച മുഖ്യമന്ത്രി തറക്കല്ലിട്ട് കോടികൾ വിനിയോഗിച്ച മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് വേണ്ടി നിർമ്മിച്ച 2 കെട്ടിടങ്ങളിലൊന്നും അനുബന്ധമായി താമരക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റും 200 കിലോവാട്ട് ജനറേറ്ററുമാണ് നിർജീവമായി കാട് കയറി നശിക്കുന്നത്. നിർമ്മിച്ച 2 കെട്ടിടങ്ങളിൽ ഒന്ന് കോടികൾ വിലമതിക്കുന്ന കെട്ടിടവും അതിനോടനുബന്ധിച്ച് ഓക്സിജൻ പ്ലാന്റുകളും അതേപോലെ തന്നെ ജനറേറ്റർ റൂമുകളും കാട് കയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ലക്ഷ്യത്തിന്റെ പേരിലാണ് ഇങ്ങനെ ഇത് നശിപ്പിച്ചു കളയുന്നത് എന്ന് ഒരു പ്രദേശവാസി കൂടിയായ എനിക്ക് സംശയമുണ്ട്. എന്ത് രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ പേരിലാണെങ്കിൽ കൂടിയും ഇത്രയും വിലമതിക്കുന്ന കെട്ടിടങ്ങളും ഇത്രയും വലിയ സൗകര്യങ്ങളും ജനങ്ങളിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണ്? ഉദ്ഘാടന ചടങ്ങുകൾ നടന്നില്ലെങ്കിലും നഴ്സിംഗ് കോളേജ് പ്രവർത്തിപ്പിക്കുന്നതിനാൽ വൃത്തിയായി കിടക്കുന്നുണ്ട്. ആദ്യം നിർമ്മിച്ച കെട്ടിടമാണ് നിലവിൽ കാട് കയറുന്നത്. രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് കാത്തിരിക്കാതെ നിയുക്ത ആശുപത്രിയുടെ പ്രവർത്തനം സജ്ജമാക്കിയില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് പരിസരവാസികൾ പറയുന്നത്. ഈ ആശുപത്രി ഇങ്ങനെ നിശ്ചലമായി തുടരുവാനാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ ഞങ്ങൾ പ്രദേശവാസികൾ തന്നെ മുൻകൈയെടുത്ത് സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നതാണ്. എത്രയും വേഗം ഈ
ആശുപത്രി പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്നാണ് എൻ്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ മിഷൻ പുനലൂർ ബ്ലോക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് സ്മൃതി കേന്ദ്രം ആരംഭിച്ചത്. അഞ്ചൽ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം സമുച്ചയത്തിൽ വിവരാവകാശ നിയമ സഹായവേദി, അഡ്വക്കേറ്റ് CS ശ്രീനാഥ് മെമ്മോറിയൽ എൻഡോവ്മെന്റ്, മനോജ് പനയഞ്ചേരി സ്മാരക വായനശാല, ജൈവകൃഷി യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത്. ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് കാട്ടയ്യം സുരേഷിന്റെ അധ്യക്ഷതയിൽ ജനശ്രീ ജില്ലാ മിഷൻ ചെയർമാൻ M ഭാസ്കരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജനശ്രീ പുനലൂർ ബ്ലോക്ക് യൂണിയൻ ചെയർമാൻ റംലി S റാവുത്തർ, സെക്രട്ടറി വലിയവിള വേണു, ട്രഷറർ ഷീബ എന്നിവർ നേതൃത്വം നൽകി. പുനലൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈജു ലൂക്കോസ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ട്രഷറർ G ദേവരാജൻ, ഫാദർ ബോവാസ് മാത്യു, അഡ്വക്കേറ്റ് അഞ്ചൽ S പ്രസന്നകുമാർ എന്നിവർ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. ഇതിനകത്ത് അതിപ്രസരമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിന് മെമ്പർഷിപ്പ് കൊടുക്കാത്തത്. നാട്ടിൽ എല്ലാവരുമായിട്ട് സഹകരിക്കാൻ പറ്റുന്ന ആളുകളെ ജനസമൂഹത്തെ ജനശ്രീകമായി കോർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകും. 17 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത് കൂടിയിട്ടുണ്ട്, ഇപ്പം വീണ്ടും അതായിട്ടുണ്ട്. വീട്ടിലെ കൊലപാതകം, ആ കാലഘട്ടത്തിൽ കൊലപാതകങ്ങളുടെ എണ്ണം കൂടുതലായിരുന്നു. അതിനകത്ത് തമ്മിൽ ശത്രുക്കൾ, എല്ലാ ഇനത്തിലും സാമൂഹികമായ തിന്മ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അയിലാദേവി, AK ആന്റണി, കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും തിരുവനന്തപുരത്ത് കൂടിയിട്ട് ഇങ്ങനൊരു സംഘടനയ്ക്ക് അന്ന് പേര് പോലും ഉണ്ടായില്ല. ഞങ്ങളെല്ലാം ആ രൂപീകരണ സമിതിയിൽ നിന്നും 17 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് അവിടുത്തെ ബിഷപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ഹാളുണ്ട്, അവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. എല്ലാ നേതാക്കന്മാരുടെയും അഭിപ്രായത്തിൽ ഒരു സാംസ്കാരിക സംഘടന കോൺഗ്രസിന് ഉണ്ടാവണം. സ്ത്രീകൾക്കും മുൻതൂക്കം നൽകണം, ആണുങ്ങൾക്കും അതിന് മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. KPMS കുണ്ടറ യൂണിയൻ സമ്മേളനം നടത്തി. മുളവനയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം MS സുനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KPMS കുണ്ടറ യൂണിയൻ സമ്മേളനമാണ് മുളവന YMCA ഹാളിൽ നടന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം MS സുനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ശർമാജി പ്രഭാഷണം നടത്തി. ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ശിവശങ്കരനെ പ്രസിഡന്റായും M മനോജിനെ സെക്രട്ടറിയായും അഡ്വക്കേറ്റ് ജയചന്ദ്രബാബുവിനെ ഖജാൻജിയായുമാണ് തെരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കടുത്ത വേനലിൽ കുടിവെള്ളത്തിനായി സമരം പ്രഖ്യാപിച്ച് നാട്ടുകാർ. ശൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ പുലിക്കുളം നിവാസികളാണ് ദാഹജലത്തിനായി സമരത്തിനിറങ്ങുന്നത്. കടുത്ത വേനലിൽ ദാഹജലത്തിനായി സമരം ചെയ്യേണ്ട ഗതികേടിലാണ് ശൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ പുലിക്കുളം നിവാസികൾ. കൊല്ലം ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപ ചെലവഴിച്ച് 5 വർഷം മുമ്പാണ് വലിയതറ ക്ഷേത്രത്തിന് സമീപം കുഴൽക്കിണർ കുഴിച്ചെങ്കിലും അനുബന്ധ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടില്ല. ജില്ലാ പഞ്ചായത്തിൻ്റെ SC ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു കുഴൽക്കിണറാണിത്. ഈ കുഴൽക്കിണർ നിർമ്മിച്ചിട്ട് ഏകദേശം ഇപ്പം 6 വർഷത്തോളം ആയിരിക്കുകയാണ്. എന്നാൽ നാളിതുവരെ ഇത് ജനങ്ങൾക്ക് കുടിവെള്ള പ്രശ്നം ഈ രൂക്ഷമായ രീതിയിൽ ഈ കുടിവെള്ള കിണർ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയോ അല്ല ഇതിന് വേണ്ടുന്ന നടപടികളോ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ഭരണസമിതി കാലത്ത് ഈ കുടിവെള്ള കിണർ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഇതിന് വേണ്ടുന്ന പൈപ്പുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആ പൈപ്പ് ഒരു സന്ധ്യാസമയത്ത് വന്ന് അതിൻ്റെ കോൺട്രാക്ടർ വന്നത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഈ കുടിവെള്ള കിണർ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണിത്. കുഴൽക്കിണറിൽ നിന്ന് ജലം പമ്പ് ചെയ്ത് ടാങ്കിലാക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒറ്റമുറി കെട്ടിടം നിർമ്മാണം നിർത്തി പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ്. ഈ പദ്ധതി പൂർത്തീകരിച്ചാൽ പുലിക്കുളത്ത് വെള്ളത്തിനെ കഴിയേണ്ട അവസ്ഥ വരില്ലായിരുന്നു. മറ്റൊരിടത്ത് വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസ് ഉണ്ടായിരുന്നത് നിശ്ചലമാണ്. മോട്ടോർ പ്രവർത്തിപ്പിക്കാതെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഷെഡും പാതി നശിച്ച പൈപ്പ് ലൈനുകളും കാണാം. മുമ്പ് ഈ പമ്പ് ഹൗസിൽ നിന്നായിരുന്നു പ്രദേശത്ത് വെള്ളം ലൈനുകൾ വഴി നൽകിയിരുന്നത്. പുലിക്കുളം നിവാസികൾക്ക് കുടിവെള്ളം എത്തിക്കാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കുന്ന നടപടിയിലേക്ക് കടക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള പ്രതിഷേധത്തിൽ വാർഡ് ജനപ്രതിനിധി ശാന്തകുമാരി, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് മനുമോഹൻ, വിഷ്ണു സോമൻ, രാമചന്ദ്രൻ, രവി, ശരത് തുടങ്ങി BJP പ്രവർത്തകരും മറ്റും പങ്കെടുത്തു. രണ്ടാമത് കുഴിച്ചതാണ് വൃദ്ധസദനത്തിൽ ഒരു കുഴൽക്കിണർ. 10-25 ലക്ഷം രൂപ ചിലവാക്കി ഉണ്ടാക്കിയെങ്കിലും ഒരു 10 മിനിറ്റ് പോലും അടിക്കാനുള്ള വെള്ളം അതിലില്ല. കെട്ടിടങ്ങളും മറ്റ് എല്ലാം സ്ഥാപിക്കുകയൊക്കെ ചെയ്തു. പുലിക്കുളം 1-ാം വാർഡിലും 2-ാം വാർഡിലും 3-ാം വാർഡിലും കുടിവെള്ളത്തിന് വളരെ ക്ഷാമം അനുഭവപ്പെടുന്ന സമയമാണിപ്പോഴും. അടിയന്തരമായിട്ട് ഈ 3-ാമത്തെ ഈ കുഴൽക്കിണർ, എൻ്റെ പുറകിൽ കാണുന്ന കുഴൽക്കിണർ അത് പ്രവർത്തനയോഗ്യമാക്കണമെന്ന്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. CPIയുടെ നേതൃത്വത്തിൽ മനക്കൽ സോമൻ അനുസ്മരണം നടത്തി. ഓച്ചിറ പടിഞ്ഞാറെ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം.
CPI നേതാവായിരുന്ന മനക്കൽ സോമൻ അനുസ്മരണം പായിക്കുഴിയിലെ മനക്കൽ വീട്ടിൽ നടത്തി. പുഷ്പാർച്ചനയ്ക്ക് ശേഷം അനുസ്മരണ സമ്മേളനം നടന്നു. സമ്മേളനം CPI നേതാവ് R. സോമൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ഉയർച്ചയും താഴ്ചയും എല്ലാം സമ്മിശ്രമായി ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാമതല്ല. എന്നാൽ അവസാനം വളരെ മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് തന്റെ ജീവിതം കൊണ്ടുപോകുന്നതിന് സോമന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സോമന്റെ നിര്യാണത്തിന്റെ അന്ന് ഇവിടൊക്കെ നിരവധിയായ ആളുകൾ സോമന്റെ സഹായം സ്വീകരിച്ചോ നിരവധി ആളുകൾ ഇവിടെ അന്ന് തടിച്ചുകൂടിയുണ്ടായി. തന്റെ വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് പാവപ്പെട്ട ആളുകൾക്ക് മറ്റാരും അറിയാതെ തന്നെ കൊടുത്ത് സഹായിക്കുന്ന ഒരു മനുഷ്യസ്നേഹിയായിരുന്നു സോമൻ. മണ്ഡലം കമ്മിറ്റി അംഗം നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ഓച്ചിറ മണ്ഡലം സെക്രട്ടറി S. കൃഷ്ണകുമാർ, അബ്ദുൽ ഖാദർ, ജനാർദ്ദനൻ പിള്ള, S. ഗീതാകുമാരി, സജീവ് ഓടമ്പള്ളി, റഹീം നഖനാൽ, നിതിൻ രാജ്, സുജേത, മുരളീധരൻ പിള്ള, റസിയ സാദിഖ്, മുരളീധരൻ നായർ, ബിനു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ധീരജവാൻ ഡാനിയൽ ജോസഫ് അനുസ്മരണം കൃഷ്ണപുരത്ത് നടത്തി. ധീരജവാൻ ഗിരീഷ്, ധീരജവാൻ ഡാനിയൽ ജോസഫ് സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. ഇതോടൊപ്പം ആദരവ് നടത്തി. ധീരജവാൻ ഗിരീഷ് ഡാനിയൽ ജോസഫ് സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് കാർഗിലിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ ഡാനിയൽ ജോസഫിന്റെ അനുസ്മരണം സംഘടിപ്പിച്ചത്. കൃഷ്ണപുരം കാപ്പിൽ കുറ്റിപ്പുറത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം എന്നിവ നടത്തി. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടി അതിർത്തിയിൽ അവര് അഹോരാത്രം പണിയെടുക്കുകയും മഞ്ഞിലും മലയിലും കിടന്നുറങ്ങാൻ പോലും സൗകര്യമില്ലാതെ നമുക്ക് വേണ്ടി അതികഠിനമായി കഷ്ടപ്പെടുകയും ചെയ്യുന്ന ആ വേദിയിൽ വെച്ചവർ മരണപ്പെടുകയാണ് ഉണ്ടായത്. ആ മരണം എനിക്ക് ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട്. ഞാൻ 2000 പഞ്ചായത്ത് മെമ്പറായി 2001 ഗിരീഷിൻ്റെ മരണം, ആകസ്മികമായിട്ടുള്ള മരണം ഉണ്ടായത്. അതുപോലെ തന്നെ 2003 ഇത് രണ്ടും എനിക്ക് ഇന്നും ഓർക്കുന്നുണ്ട്. കാരണം തൊട്ടടുത്ത 2 വീടുകൾ നമ്മുടെ കിഷോറ ഗ്രാമപഞ്ചായത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന 2 കുടുംബങ്ങൾ. ഈ കുടുംബങ്ങൾക്കുണ്ടായ വേദന നമുക്ക് നാട്ടുകാർക്കും നമുക്കെല്ലാം ഒരേപോലെ വേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പാറയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കാർഗിലിൽ വെച്ച് മഞ്ഞ് മലകൾ ഇടിഞ്ഞു വീണ് വീരമൃത്യു വരിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത ഒരു വലിയ, നമുക്കൊക്കെ ഒരു നടുക്കം ഉണ്ടാക്കിയ വാർത്തയും വലിയ വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അതിനു മുമ്പ് തന്നെ 2001 നമ്മുടെ ഈ പ്രദേശത്ത് അതിന്റെ തൊട്ടയൽ വീട്ടിലെ പച്ചംകുളത്തറയിൽ ഗിരീഷ് 2001 ഓഗസ്റ്റ് മാസം 11-ാം തീയതി ആസാമിലെ ഉൾഫ തീവ്രവാദികളാൽ അദ്ദേഹം വീരമൃത്യു വരിച്ചു. അദ്ദേഹത്തിന്റെ ശവശരീരം പോലും നമുക്ക് ഒരു നോക്ക് കാണാൻ കഴിഞ്ഞു. 2001 ആ സംഭവം, ഓഗസ്റ്റ് 13. അപ്പൊ അവിടുന്ന് ചിതാഭസ്മമാണ് വീട്ടിൽ കൊണ്ടുവന്ന് നിമജ്ജനം ചെയ്തത്. പന്തളം പ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തി. P. അരവിന്ദാക്ഷൻ, N. രവി, M. വി. ശ്യാം, S. നസീം, ശരത് കുമാർ പാട്ടത്തിൽ, അനിത വാസുദേവൻ, ശ്രീലത ജ്യോതികുമാർ, വത്സല ദിവാകരൻ, K. രവീന്ദ്രൻ പിള്ള, ജയകുമാർ എന്നിവർ പങ്കെടുത്തു. ധീരജവാന്റെ ഭാര്യ അനിത ഡാനിയലിനെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം. എഴുകോൺ മടന്തക്കോട് പാലനിരപ്പ് മൂർത്തിയപ്പൂപ്പൻ ക്ഷേത്രത്തിൽ ഹാലസ്യപുരാണ യജ്ഞത്തിനും ശിവരാത്രി ഉത്സവത്തിനും തുടക്കമായി. NSS കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് G. തങ്കപ്പൻപിള്ള ഉദ്ഘാടനം ചെയ്തു. തന്ത്രി ശങ്കരെ ഭദ്രദാസന് ഭദ്രദീപം തെളിച്ചു. എഴുകോൺ മടന്തകോട് പാലനിരപ്പ് മൂർത്തി അപ്പൂപ്പൻ ക്ഷേത്രത്തിൽ ഹാലാസ്യ പുരാണ യജ്ഞത്തിനും ശിവരാത്രി ഉത്സവത്തിനും തുടക്കമായി. NSS കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് G. തങ്കപ്പൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. മടന്തകോട് കരയോഗം പ്രസിഡന്റ് മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രതന്ത്രി ശങ്കരര് ഭദ്രദാസര് ഭദ്രദീപം തെളിയിച്ചു. തഴവ പുലിമുഖം ജഗന്നാഥ ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഹാലാസ്യ പുരാണ യജ്ഞം നടക്കുന്നത്. ദിവസവും ഗണപതി ഹോമം, ഗ്രന്ഥ നമസ്കാരം, മൃത്യുഞ്ജയ ഹോമം, ഹാലാസ്യ മഹാത്മ്യ പാരായണം, ലളിതാ സഹസ്രനാമ ജപം എന്നിവയും നടക്കും. ഉത്സവം വെള്ളിയാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് പീഡനം, യുവാവ് അറസ്റ്റിൽ. കുളത്തൂപ്പുഴ ചോഴിയക്കോട് സ്വദേശി ജനീഷാണ് പിടിയിലായത്. കരുനാഗപ്പള്ളിയിൽ നിന്നും കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തു. ഗ്രോ ബാഗിൽ നട്ടുവളർത്തിയ ചെടികളാണ് കണ്ടെടുത്തത്. വീടിന്റെ കുളിമുറിയിലായിരുന്നു കഞ്ചാവ് ചെടികൾ വളർത്തിയത്. കടുത്ത വേനലിൽ നാട് വെന്തുരുകുന്നു. കുടിവെള്ളത്തിനായി സമരം പ്രഖ്യാപിച്ചു നാട്ടുകാർ. ശൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ പുലിക്കുളത്ത് കുടിവെള്ളം കിട്ടാനില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
അധിനിവേശത്തിനെതിരെ കേരളത്തിന്റെ ജനകീയ ബദലുയർത്തിയ ഡിജിറ്റൽ ടിവി ബ്രോഡ്ബാൻഡ് സംരംഭ കൂട്ടായ്മയായ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട്. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിവിധ സെമിനാറുകൾ തുടങ്ങി നിരവധി പരിപാടികൾ. മാർച്ച് 2-ന് വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും. തുടർന്ന് കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്നു. ഡിജിറ്റൽ മാധ്യമ ഇന്റർനെറ്റ് സേവനത്തെ ഭാവി കേരളത്തിന്റെ കരുത്തും ചാലകവുമാക്കി മാറ്റുവാനുള്ള ഈ മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.